ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫിദ മാഡത്തിനടുത്ത് ചെന്നിരിക്കുമ്പോൾ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഒരാളല്ലേ. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മോളെ, ആരാ? എടി, ഞാൻ നിന്റെ മുത്തശ്ശിയാ. മുത്തശ്ശിയോ? എന്നാ വിളിച്ചേ? മോള് അവിടുന്ന് ഇങ്ങോട്ട് പോരണം. ഞാൻ വരില്ല, ഇത് എന്റെ വീടാ. എനിക്ക് രാധിക ചേച്ചി മതി, എനിക്ക് വേറെ ആരെയും കാണണ്ട. മോളെ, അച്ഛനും അമ്മയും നിന്നെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുക. നീ ഇങ്ങോട്ട് പോര്. അതോ മുത്തശ്ശി അങ്ങോട്ട് വരണോ? എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ആരും എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് എന്റെ രാധിക ചേച്ചി മാത്രം മതി. രാധിക ചേച്ചി എനിക്ക് ചോറ് വാരിത്തരും, പാട്ട് പാടിത്തരും, കളിപ്പിക്കും, ഉറക്കും. എന്റെ പൊന്നു ചേച്ചിയാ. മോളെ, ഫോൺ കിട്ടാ. ഹലോ അച്ഛൻ, അവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ഫോൺ വെച്ചോ. ചേച്ചി, ഞാൻ ചേച്ചിനെ വിട്ട് എങ്ങും പോവില്ല, കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോ രണ്ടുപേർക്കും എന്നെ കുറ്റം പറയാനുണ്ടോ? അവളുടെ അവസ്ഥ കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. നിങ്ങൾ മനുഷ്യത്വം ഉള്ളവരാണെങ്കിൽ കുറച്ചു ദിവസം അവള് കളിമംഗലത്ത് നിന്നോട്ടെ എന്ന് വിചാരിക്കേ. ഓ, അത്രയും നേരം ആ പാവം എന്തെങ്കിലും കഴിക്കുമല്ലോ, ചാവാതിരിക്കുമല്ലോ. പിന്നെ ചെന്ന് പിടിച്ചോണ്ട് വരണമെങ്കിൽ പിടിച്ചോണ്ട് വന്നു. പിന്നെ അവളെ കൊല്ലുന്നതിന് സമമായിരിക്കും അത്. എന്താ ദേവേട്ട ചെയ്യേണ്ടത്? കണിമംഗലത്തുകാര് നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ട് പറഞ്ഞില്ലെങ്കിലും അവൾ അവിടെ തുടരുന്നത് ശരിയല്ല. ശരിയാ ശോതെ, എങ്ങനെ നോക്കിയാലും അത് തെറ്റാണ്. പക്ഷേ പ്രിയങ്കമോളുടെ മനസ്സിന്റെ അവസ്ഥ പരിഗണിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചു കഴിഞ്ഞിട്ട് പരമേശ്വരനെ വിളിക്കാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഞാൻ വരില്ല, ഇത് എന്റെ വീടാ. എനിക്ക് രാധിക ചേച്ചി മതി, എനിക്ക് വേറെ ആരെയും കാണണ്ട. എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ആരും എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് എന്റെ രാധിക ചേച്ചി മാത്രം മതി. രാധിക ചേച്ചി എനിക്ക് ചോറ് വാരിത്തരും, പാട്ട് പാടിത്തരും, കളിപ്പിക്കും, ഉറക്കും. എന്റെ പൊന്നു ചേച്ചിയാ. താനെന്താ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട്. മനസ്സിലായി. എനിക്ക് കോൺഫിഡൻസ് മുഴുവൻ തന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. പ്രിയങ്ക വന്ന് മുമ്പിൽ നിന്നോടെ ഡിം, അതല്ലേ? തനിക്ക് നല്ല വിഷമമുണ്ടല്ലോ. നമ്മളെ രണ്ടുപേരും നോക്കി പ്രിയങ്ക അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കായിരുന്നു. ഉള്ളിലെ സങ്കടം തിരയടിക്കുന്നത് തന്റെ കണ്ണുകളിൽ കാണായിരുന്നു. ഞാൻ
വെറുതെ എന്നെക്കുറിച്ച് ആലോചിച്ചു പോയതാ. വല്ലാത്തൊരു ജന്മം തന്നെയല്ലേ. കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കാൻ വേണ്ടി ആരോ പ്രത്യേകം പടച്ചുവിട്ട ഒരു ജന്മം പോലെ. ഇപ്പൊ പ്രിയ എവിടെയുണ്ട്? ഞാനിത് നിസ്സാരമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാളെ എന്തൊക്കെയാ? അച്ഛന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മുത്തശ്ശി, ഈ കുടുംബത്തിൽ നിന്ന് നമ്മളെ അടിച്ചു പുറത്താക്കിയ ആളുകൾ, അവർക്ക് വെറുതെ ഇരിക്കോ? എല്ലാം കൂടി ചിന്തിച്ചപ്പോ പെട്ടെന്ന് തലയ്ക്കകത്തെന്തോ ഒരു ഇത് തന്നെയാ എനിക്കും പറ്റിയത്. അതെ, താനൊരു കാര്യം ചെയ്യ്, താൻ പോയിട്ടൊന്ന് റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. അത്രയും നേരമെങ്കിലും അവളെ കാണണ്ടല്ലോ. എനിക്ക് ഫിദ മാഡത്തിനൊന്ന് കാണണം. അതെന്തിനാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫിദ മാഡത്തിനടുത്ത് ചെന്നിരിക്കുമ്പോ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഒരാളല്ലേ. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ സമാധാനം എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കാൻ പാടില്ല. ഹലോ, എന്താ ഇപ്പോ? ആ എടോ, ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ അർജുൻ? ആ ഓക്കെ ഓക്കെ, ഞാൻ വരാം. ആ, ഓഫീസിൽ 2 ക്ലയൻസ് വന്ന് കയറിയിരിക്കുന്നു. നമ്മുടെ കമ്പനിക്ക് നല്ല ഗുണമുള്ള ആളുകളാ. അവരെ ഒന്നും മീറ്റ് ചെയ്യാതെ പറ്റില്ല. സോ എനിക്കൊന്ന് ഓഫീസിൽ പോകണം. പൊയ്ക്കോ. ഫിദ മാഡത്തിന് അരികിലേക്ക് ഞാൻ തനിച്ചു പോയിക്കോളാം. അതൊന്നും വേണ്ട. നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ച് ഇറങ്ങാം. ഞാൻ തന്നെ ഫിദ മാഡത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വരുൺ, ഞാൻ പോയിക്കോളാം. അതൊന്നും പറ്റില്ല. ഞാൻ പോയി കഴിയുമ്പോൾ പ്രിയങ്ക എന്തെങ്കിലും കാണിക്കും. അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് താൻ യാത്ര മുടക്കും. അതുകൊണ്ട് റെഡി ആയിരിക്കും. വാ. പത്മിനി, പ്രിയങ്കയുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, മുൻപ് കണ്ട പോലെ തന്നെ, കൊച്ചുകുട്ടികളെ പോലെ. വരുൺ അവളെ വിവാഹം കഴിച്ചിരുന്ന കാര്യമൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവള് വരുണിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വരുണിന്റെ നേരെ അവളൊന്നും നോക്കുന്നു പോലുമില്ല. അത് നന്നായി. സത്യം പറഞ്ഞാൽ ഒരു നൂൽപാലത്തിൽ കൂടിയാണ് നമ്മുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.